ഇയ്യോബിന്റെ പുസ്തകം 21 2 എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പിൻ, അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ. കഠിനവേദനയിലും ദുഃഖത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ്. എങ്ങനെ ആശ്വാസം നൽകാൻ കഴിയുമെന്നോർത്ത് വിഷമിച്ചുവെന്നിരുന്നാലും അത് ചെയ്തേ തീരൂ. എന്നാൽ ദുഃഖിതനായ വ്യക്തിയെ നാം ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നേരം അയാൾ നമ്മെ തിരിച്ച് ആശ്വസിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവുമോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സമ്പത്തും മക്കളും ആരോഗ്യവും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ശരീരമാസകലം വ്രണബാധിതനായി നാറ്റം വമിക്കുന്ന ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ ചെന്ന സ്നേഹിതന്മാരെ ഇയ്യോബ് ആശ്വസിപ്പിക്കുന്നതാണ് നാം കാണുന്നത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിട്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നത് പ്രായോഗികമല്ലെന്ന് ഇത് വ്യക്തമാക്കി തരുന്നു. നമ്മുടെ ഇഹലോക ജീവിതം നിരന്തരം യുദ്ധപൂർണമാണ്. അതിനിടയിൽ നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നാം വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും ചിലരെയെങ്കിലും കരം പിടിച്ച് സഹായിക്കാൻ മനസ്സു കാണിക്കണം. അതിനായി ദൈവം നമുക്ക് തൻ്റെ കൃപ നൽകി തരും. സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നാം അതിന് യോഗ്യന്മാരല്ലെന്ന് തോന്നിയാലും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് അത് എന്ന ബോധ്യത്തോടെ അത് ചെയ്യുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുകയും അനേകർക്ക് പ്രചോദനമാകുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.